വരൂ. ഇനി മുഴുവൻ റാഹേലമ്മയുടെ കയ്യിലാ. ആയിക്കോട്ടെ, നല്ല സാമർഥ്യമുള്ള സ്ത്രീയാ. ഒരാൺതുണ ഇല്ലാന്ന് വിചാരിച്ച് പേടിക്കാൻ പറ്റും വേണ്ട. കുട്ടിക്ക് വീടെങ്ങനെ ഇഷ്ടായോ? നല്ല വീട്. ഇതും ഡോക്ടർ ആർയുമേനോൻ മെമ്മോറിയലാ. ഇത് അച്ഛനും ഫ്രണ്ട്സിനും കൂടിയിരുന്ന് ചീട്ട് കളിക്കാൻ ഉണ്ടാക്കിയതാണെന്നാ പറയുന്നേ. അതൊക്കെ എന്തെങ്കിലും ഒരു കെയർ ഓഫിന് പറയുന്നതാ. നല്ല ബ്യൂട്ടി സ്പോട്സ് കാണുന്നിടത്തൊക്കെ ഓരോ കെട്ടിടം വെക്കുക എന്നുള്ളതായിരുന്നു അപ്പൂപ്പന്റെ ഹോബി. ഒരു തരം ശില്പിക്കർക്ക്. എടാ പറഞ്ഞു എന്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് അതിന് താനെന്തിനാ വല്ലാതാകുന്നത്? അതല്ല, വല്ല ഫ്രോഡ് പാർട്ടീസ് ആണെന്ന് എങ്ങനെ അറിയാം? ഇത് ഫ്രോഡൊന്നുമല്ല. ഒരു പാവം വയസ്സൻ അങ്ങേർക്ക് ഈ പെണ്ണിനെ ഒന്ന് കാണണം. അതിനെങ്ങനെ പേപ്പറിൽ കൊടുത്ത ഫോട്ടോ കണ്ടില്ലേ? ഓ, ഇങ്ങനെ രാജസ്ഥാനിൽ നിന്ന് വരിക. രാജസ്ഥാനിന്നോ? ആ, അവിടെ നിന്ന് നമ്മുടെ ഈ പേപ്പർ ഒന്നും ചെല്ലുന്ന സ്ഥലമായിരിക്കില്ല. ഇങ്ങേരുടെ ആരാന്നാ പറയുന്നത്? നമുക്ക് പുള്ളിയെങ്കിൽ വിളിപ്പിക്കാം. അല്ല, താഴെ ജീപ്പിൽ ഒരാളിരിപ്പുണ്ട്. ഈ വിളിച്ചോണ്ട് വാ. സർ, ഞാൻ വിളിക്കുന്നു പറ. അതെ, ഈ വയസ്സനെന്ന് പറഞ്ഞ ഇങ്ങർക്ക് എന്ത് പ്രായം വരും? ഒരു പടുകളവൻ. ഇങ്ങോട്ട്. ഇരുന്നാട്ടെ. മിസ്റ്റർ രാമേന്ദ്രൻ നായർ, മിസ്റ്റർ ശരത് മേനോൻ, ഈ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ. എന്ത് ചെയ്യുന്നു? ഞാൻ റെയിൽവേയിലായിരുന്നു. ഇപ്പൊ രാജസ്ഥാനിൽ ബിക്കാനറിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്? അതായത് എന്റെ ഇളയ ബ്രദർ മിസ്റ്റർ ബാലകൃഷ്ണൻ നായർ, ഹി വാസ് എ റിട്ടയർഡ് എഞ്ചിനീയർ, ബോംബെയിൽ സെറ്റിൽഡ്. അനിയനും വൈഫും അവന്റെ മോളും ദെയർ ഫാമിലി കഴിഞ്ഞ മാസം ബോംബെയിൽ നിന്നും തീർത്ഥാടനത്തിന് പുറപ്പെട്ട ഒരു സംഘത്തിന്റെ കൂടെ സൗത്തിലേക്ക് പോന്നു. ബിക്കാനീറിൽ എനിക്കിപ്പോഴാണ് വിവരം കിട്ടിയത്. അവരുടെ ബസ് മറിഞ്ഞു, ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാം മരിച്ചു. അച്ഛാ, ബോംബെയിൽ വന്ന് തിരക്കിയപ്പോ വേറൊരു ന്യൂസ് കേട്ടു. അതിൽ നിന്ന് 10-20 വയസ്സുള്ള ഒരു പെണ്ണു മാത്രം രക്ഷപ്പെട്ടു. ആ പെണ്ണ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അത് കേട്ടപ്പോ ആ പെൺകുട്ടി എന്റെ അനിയന്റെ മകളി രാധയാണോ എന്ന് വെറുതെ ഒരു ഹോപ്പ്. അവൾക്ക് 20 വയസ്സാ. അതിന് ഞങ്ങൾ ആ കുട്ടിയുടെ ഫോട്ടോ പത്രങ്ങളിൽ കൊടുത്തിരുന്നല്ലോ. എന്ന് കേട്ടു, പക്ഷെ കാണാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാ പറ്റില്ല. അല്ല, ഇതിപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചാണേ. നോക്കാനാ കാണാനാന്നൊക്കെ പറഞ്ഞ് ഇതിനോടകം ചില വില്ലന്മാരൊക്കെ വന്നിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ പേപ്പർ. അല്ല ശരത്, ഏതായാലും ഇദ്ദേഹം ഇപ്പൊ രാജസ്ഥാനിൽ നിന്ന് ഇവിടം വരെ ആ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതല്ലേ? എന്നെങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ വെരിഫൈ ചെയ്തു. ഈ കൊച്ചിലൊന്ന് കണ്ടിട്ട് ആളിതല്ലെങ്കിൽ എനിക്കിന്ന് ഉച്ചതിരിഞ്ഞങ്ങ് പോകാമെന്ന് കരുതിയ ശരീരത്തിന് തീരെ സുഖമില്ല. ആ പെണ്ണിപ്പോ സ്കൂളിലായിരിക്കുമല്ലോ. നമുക്ക് 3 പേർക്കും കൂടി അവിടെ വരെ ഒന്ന് പോകാം. ആളെ കാണുകയല്ലേ വേണ്ടു. അവിടെ പോയി ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞ പ്രയാസമാ. വർക്കിംഗ് ടൈമാ. 4 മണി കഴിഞ്ഞിട്ട് കാണാൻ പറ്റൂ. ഞാൻ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാം. അല്ല, വേണ്ട വേണ്ട വേണ്ട. എത്രയൊക്കെ ആണെങ്കിലും പോലീസ് ജീപ്പും കാക്കയൊക്കെ കൂടി കണ്ട പ്രശ്നമാ. അതും പീക്കിരി പിള്ളേരും. എടോ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. സർ, ഇവിടെ ചായ കൊടുക്കാം. ഇവിടെ കിടന്ന പേപ്പർ എന്തിയാ പെണ്ണിന്റെ പടവുള്ളത്? പേപ്പർ ഒറ്റ സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ കാണില്ല. ചായ കൊടുക്ക്. പുള്ളി എന്താ സ്വല്പം കുഴപ്പമുള്ള കൂട്ടത്തിലാണോ? ഏയ്, എടോ, എന്താ കുറച്ച് ഒതുക്കി പോക്കൂടെ? അതിന് 4 കാല്, ഇതിന് 2 കാല്, ബാക്കിയെല്ലാം കണക്കാ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ കിളവൻ പറയുന്നിട്ട് അത് ഇതും പറയാൻ പോരുത്. നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും മിണ്ടിയാൽ മതി. ഇല്ലേ ചുമ്മാ ഇരുന്നേക്ക കേട്ടോ. അത്രേ ഉള്ളൂ. ആ മനുഷ്യന് ആള് മാറാതിരിക്കണേന്നേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. അയാൾ ഉദ്ദേശിച്ച പെൺകുട്ടി ഞാൻ തന്നെ ആയാ മതിയായിരുന്നു.
വെയിറ്റ് ചെയ്യൂ, ഞാൻ തിരികെ കൊണ്ടാക്കാം. ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നാണേ. ഓ, രാധയും ഏതാണ്ട് ഇതുപോലൊക്കെ ഇരിക്കും. ഓഹോ, ഇതേ പൊക്കമായിരുന്നു അവൾക്കും. എനിക്ക് സത്യത്തിൽ ഐ ഫീൽ സോറി ഫോർ യു സർ. ഇദ്ദേഹം ബിക്കാനറിയിൽ നിന്ന് ഇത്ര ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് ഐ റിയലി ഫീൽ സോറി. വരൂ. Always the one time, yes, I've never had. I'll be working for somebody. ആ മനുഷ്യൻ എന്നെ വേറെ ആരോ ആണെന്ന് വിചാരിച്ച് കാണാൻ വന്നതാണല്ലേ? അതെ, എനിക്കായി എന്നെ തന്നെ കാണാന്ന് വെച്ചിട്ട് ഒരാള് വരുന്ന എന്നാണോ? ഇനി ആരും വന്നില്ലെന്ന് വെച്ചിട്ട് എന്താ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? അയ്യോ, എനിക്ക് സത്യത്തിൽ ആ മനുഷ്യൻ ഇതല്ല എന്ന് പറഞ്ഞ മൂമെന്റിൽ ഭയങ്കര സന്തോഷം തോന്നിയത്. എനിക്ക് മായ ഇവിടുന്ന് പോരുതെന്ന, കുട്ടി അന്വേഷിച്ച് ആരും വരരുതെന്ന. എന്തായി പറയുന്നേ? എന്നും ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനെയല്ല, മായ എനിക്ക് എന്റെ മാത്രമാക്കണമെന്നുണ്ട്. പെട്ടെന്ന് വല്ലാത്ത റിലീഫ് വന്നു. ശരിക്കിത് മായ ആദ്യം കണ്ടപ്പോ മുതൽ പറയാൻ തോന്നിയതാ. പിന്നെന്താ പറയാഞ്ഞേ? ആ നേരത്ത് പറയാൻ അപ്പൊ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ.